ജീവിതം തന്നെ സംഗീതത്തിനായി സമർപ്പിച്ച സംഗീത കുലപതിയായ ബാലമുരളീകൃഷ്ണയുടെ വിയോഗം രാജ്യത്തിനും സംഗീത ലോകത്തിനും തീരാ നഷ്ടമായി. ആന്ധ്രാപ്രദേശിൽ ശങ്കരഗുപ്തം എന്ന ഗ്രാമത്തിലെ സംഗീത കുടുംബത്തിലാണ് 1930 ജൂലൈ 6-ന് മംഗലംപള്ളി ബാലമുരളീകൃഷ്ണയുടെ ജനനം. വാദ്യോപകരണ വിദഗ്ധനും സംഗീത വിദ്വാനുമായ അച്ഛനാണ് ബാലമുരളീകൃഷ്ണയെ സംഗീത ലോകത്തേക്ക് കൈപിടിച്ചു നടത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത്. വീണ വിദൂഷിയായിരുന്ന അമ്മ അദ്ദേഹത്തിന്റെ നന്നേ ചെറുപ്പത്തിൽ മരിച്ചു. ഇതിനുശേഷമാണ് പരുമ്പള്ളൂർ രാമകൃഷ്ണ പണ്ഡലുവിന്റെ ശിഷ്യനായി ബാലമുരളീകൃഷ്ണ എത്തിയത്. ത്യാഗരാജസ്വാമികളുടെ ശിഷ്യപരമ്പരയിലെ കണ്ണിയായ പണ്ഡലുവിന്റെ കീഴിൽ വളരെ വേഗം ബാലമുരളീകൃഷ്ണ കർണാടക സംഗീതം സ്വായത്തമാക്കി. തുടർന്ന് 8-ാം വയസ്സിൽ ആദ്യ കച്ചേരിയുമായി സംഗീത ലോകത്തെത്തിയ അദ്ദേഹത്തിന്റെ പ്രതിഭയ്ക്ക് മുന്നിൽ സാർവ സംഗീതാസ്വാദക വൃന്ദവും നമിച്ചു. കൗമാര യൗവന കാലങ്ങൾക്കിപ്പുറം കർണാടക സംഗീതത്തിന്റെ അവസാന വാക്കായി മാറുന്ന പ്രതിഭാ ഉദയമായിരുന്നു ബാലമുരളീകൃഷ്ണയിലൂടെ കണ്ടത്. രാഗതാള വിന്യാസങ്ങളുടെ ആത്മാവ് തൊട്ടറിഞ്ഞ ഈ സംഗീതജ്ഞനിൽ നിന്നും പിറവിയെടുത്തത് 25ഓളം രാഗങ്ങൾ. സംഗീതജ്ഞൻ എന്നതിലുപരിയായി നിരവധി സംഗീതോപകരണങ്ങളുടെ വാദനത്തിലും മറ്റാർക്കും സാധ്യമാകാത്ത വൈദഗ്ധ്യം അദ്ദേഹത്തിന് കൈമുതലായി ഉണ്ടായിരുന്നു. കർണാടക സംഗീതം അടിസ്ഥാനമാക്കി നടത്തിയ സംഗീത യാത്രകളിലെല്ലാം അദ്ദേഹം കരസ്ഥമാക്കിയ നാഴികക്കല്ലുകളും ഏറെയായിരുന്നു. ഇക്കാലത്ത് അദ്ദേഹത്തിൻ്റെതായി ഉദയം കൊണ്ടത് നിരവധി ജനപ്രിയ ചലച്ചിത്ര ഗാനങ്ങളും. ഫ്രഞ്ച് ഗവൺമെന്റ് നൽകുന്ന ഷെവലിയാർ പട്ടവും മികച്ച ഗായകൻ, സംഗീത സംവിധായകൻ, പിന്നണി സംഗീതം എന്നിവയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടുന്ന ഏക കർണാടക സംഗീതജ്ഞൻ എന്ന ബഹുമതിയും ബാലമുരളീകൃഷ്ണയുടെ മാറ്ററിയിക്കുന്നവയാണ്. 7 ആകാശവാണി നിലയങ്ങളിലെ ടോപ്പ് ഗ്രേഡ് ആർട്ടിസ്റ്റായും അദ്ദേഹം തന്റെ സംഗീതത്തെ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചു. സംഗീതാഖ്യാനത്തിലും ശൈലിയിലുമെല്ലാം മായ്ച്ചാലും മായാത്ത ഏടുകൾ തീർത്ത ബാലമുരളീകൃഷ്ണ എന്ന ആ രാഗം നിലയ്ക്കുമ്പോഴും സംഗീത ലോകത്തെ കീഴ്പ്പെടുത്തിയ ആ സ്വരമാധുരി ഇനിയും കാതുകളിൽ മുഴങ്ങിക്കേൾക്കും. TCV തൃശൂർ.